ഒരിടവേളയ്ക്ക് ശേഷം തമിഴ്നാട്ടിൽ വീണ്ടും ഭാഷാ യുദ്ധം ആരംഭിച്ചിരിക്കുന്നു എന്ന് പ്രഖ്യാപിക്കുന്നത് തമിഴ്നാടിന്റെ മുഖ്യമന്ത്രി എം.കെ. സ്റ്റാലിനാണ്. സ്റ്റാലിന്റെ ഈ പ്രഖ്യാപനത്തിന് പിന്നാലെ രണ്ട് പ്രധാനപ്പെട്ട റെയിൽവേ സ്റ്റേഷനുകളിലെ ഹിന്ദി നെയിം ബോർഡുകൾ DMK പ്രവർത്തകർ കറുത്ത പെയിന്റ് അടിച്ച് വികൃതമാക്കി. ഇതിനു പിന്നാലെ തമിഴ്നാട്ടിൽ രണ്ട് പോർമുഖങ്ങളാണ് DMK എം.കെ. സ്റ്റാലിന്റെ നേതൃത്വത്തിലും മകൻ ഉദയനിധി സ്റ്റാലിന്റെ നേതൃത്വത്തിലും തുറന്നിരിക്കുന്നത്. ആദ്യത്തേത് ഹിന്ദി ഭാഷ നിർബന്ധമാക്കുന്ന പുതിയ വിദ്യാഭ്യാസ നയം നടപ്പിലാക്കിയില്ലെങ്കിൽ ഫണ്ടുകൾ അനുവദിക്കില്ല എന്ന കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ പ്രഖ്യാപനത്തിന് പിന്നാലെ ഉദയനിധിയുടെ നേതൃത്വത്തിൽ വലിയൊരു പ്രതിഷേധത്തിന് തമിഴ്നാട് സാക്ഷ്യം വഹിച്ചു. അവിടെ വെച്ച് ഉദയനിധി ധർമ്മേന്ദ്ര പ്രധാൻ എന്ന കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിക്ക് ഒരു மறுபடியும் നൽകி. மும்மொழி கொள்கை ஏத்துக்கிட்டாதான் நிதியை தர முடியும்னு வெளிப்படையாகவே ஒன்றிய கல்வி அமைச்சர் திரு தர்மேந்திர பிரதான் அவர்கள் மிரட்டி இருக்கிறார். நாங்க ஒன்னும் ஏற்கனவே சொன்னதுதான், அதை மீண்டும் சொல்றேன். நாங்க ஒன்னும் உங்க அப்பா விட்டா காசை கேட்கிற மாதிரி கேட்டதான் அவன் காதுல விழும். ഭാഷാ യുദ്ധം ഇങ്ങനെ കത്തിക്കേറുന്നതിനിടെ മുഖ്യമന്ത്രി എം.കെ. സ്റ്റാലിൻ ലോക്സഭാ മണ്ഡലങ്ങളുടെ പുനർനിർണയത്തിനെതിരെ രംഗത്ത് വരികയുണ്ടായി. DMK ആരോപിക്കുന്നത് ഈ പുതിയ ലോക്സഭാ മണ്ഡലങ്ങളുടെ പുനർനിർണയം തമിഴ്നാട്ടിലും കേരളത്തിലുമൊക്കെ 8 സീറ്റുകൾ നഷ്ടമാകുന്നതിന് 8 ലോക്സഭാ സീറ്റുകൾ നഷ്ടമാകുന്നതിന് കാരണമാകും എന്നാണ്. ഇതിനു പിന്നാലെ DMKയുടെ നേതൃത്വത്തിൽ ഒരു സർവകക്ഷി യോഗം ഈ വരുന്ന മാർച്ച് 5-ാം തീയതി വിളിച്ചു ചേർക്കാൻ എം.കെ. സ്റ്റാലിൻ തീരുമാനിക്കുകയുണ്ടായി. ഇതിന്റെ പശ്ചാത്തലത്തിൽ എം.കെ. സ്റ്റാലിൻ ഒരു സന്ദേശം പുറത്തുവിട്ടിട്ടുണ്ട്. നമുക്ക് ആ സന്ദേശം ഒന്ന് കേൾക്കാം. மறுசீரமைப்பு பேர்ல தென்னிந்தியாவுடைய தலைக்கு மேல ஒரு கத்திய சொல்லிக்கிட்டு இருப்போம். எல்லா வளர்ச்சி குறியீடுகள்லையும் முதன்மை மாநிலமாக இருக்கக்கூடிய தமிழ்நாடு கடுமையா பாதிக்கப்பட்டிருக்கு. ஒன்றிய அரசு 2026ஆம் ஆண்டுல மக்களவை தொகையுடைய எண்ணிக்கையை மறுசீரமைப்பு செய்ய போறாங்க. பொதுவா இதெல்லாம் மக்கள் தொகையை கணக்கிட்டு தான் செய்யப்படுது. மக்கள் தொகை கட்டுப்படுத்தல் என்பது இந்தியா நாட்டுடைய மிக முக்கியமான இலக்கு. அந்த இலக்கை பொறுத்த வரைக்கும் நம்ம தமிழ்நாடு வெற்றி பெற்றிருக்கு, அது எல்லாருக்கும் தெரியும். மக்கள் தொகை குறைவாக இருக்கிற காரணத்தினாலே நாடாளுமன்றத்தினுடைய எண்ணிக்கையும் குறைக்க வேண்டிய ஒரு சூழ்நிலை ஏற்பட்டிருக்கு. நமக்கான பிரதிநிதித்துவம் குறைஞ்சு போயிடும். அதிக மக்கள் தொகை கொண்ட மாநிலங்களுக்கு அதிக பிரதிநிதித்துவம் கிடைக்கும். തമിഴ്നാട്ടിലെ ഹിന്ദി വിരുദ്ധ പ്രക്ഷോഭങ്ങൾക്ക് ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തെക്കാൾ വലിയ ചരിത്രമുണ്ട്. 1937 ആദ്യമായി മദ്രാസ് പ്രസിഡൻസിയിലെ C. രാജഗോപാലാചാരിയുടെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് സർക്കാർ ഹിന്ദി പഠനം നിർബന്ധമാക്കുന്നത്. അന്ന് അതിനെതിരെ പെരിയാറും ജസ്റ്റിസ് പാർട്ടിയും നടത്തിയ വിപ്ലവകരമായ സമരങ്ങളിലൂടെ 1940 ആ തീരുമാനം പിൻവലിക്കപ്പെട്ടു. പിന്നീട് പല കാലഘട്ടങ്ങളിൽ തമിഴ്നാട്ടിൽ ഭാഷാ സമരങ്ങൾ പല രൂപത്തിൽ ആഞ്ഞടിച്ചെങ്കിലും 1960കളിലെ കോൺഗ്രസ് സർക്കാരിനെതിരായ ഹിന്ദി ദേശീയ ഭാഷയാക്കാൻ ശ്രമിച്ച കോൺഗ്രസ് സർക്കാരിനെതിരായ ഭാഷാ സമരമായിരുന്നു തമിഴ്നാടിന്റെ ചരിത്രത്തെ മാറ്റി എഴുതിയത്. അന്ന് കരുണാനിധിയുടെയും അണ്ണാദുരൈയുടെയും ഒക്കെ നേതൃത്വത്തിൽ നടന്ന ആ സമരത്തിന്റെ കാലഘട്ടത്തിൽ കരുണാനിധി എന്ന ചെറുപ്പക്കാരൻ നടത്തിയ പ്രസംഗങ്ങൾ തമിഴ് ജനതയെ വല്ലാതെ ഉത്തേജിപ്പിച്ചിട്ടുണ്ട്. അതിനുശേഷം 1967 നടന്ന തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് പൂർണ്ണമായും പരാജയപ്പെട്ടു. DMK അധികാരത്തിലേറി. തുടർന്നാണ് ഇന്ത്യൻ പാർലമെന്റ് പോലും ഹിന്ദിയും ഇംഗ്ലീഷും ഒരേ സമയം ഇന്ത്യയുടെ ഒഫീഷ്യൽ ലാംഗ്വേജായി നിലനിർത്താൻ തീരുമാനിക്കുന്നത് പോലും. തമിഴരുടെ ഭാഷയോടുള്ള ഈ സ്നേഹം തന്നെയാണ് തമിഴ് രാഷ്ട്രീയത്തെയും എന്നും നിയന്ത്രിച്ചിട്ടുള്ളത്. ഈ തമിഴ് രാഷ്ട്രീയം വീണ്ടും ഭാഷാ യുദ്ധത്തിന്റെ പോർമുഖത്തെത്തി നിൽക്കുമ്പോൾ ഒന്നു മാത്രം പറയാം, BJPക്കാണ് നഷ്ടം സംഭവിക്കാൻ പോകുന്നത്. മാധ്യമങ്ങൾ പറയാത്ത, മാധ്യമങ്ങൾ അധികം ചർച്ച ചെയ്യാത്ത ഇത്തരം വാർത്തകൾ കേൾക്കാനും കാണിക്കാത്ത സംഭവങ്ങൾ കാണാനും ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ജയ് ഭീം, ജയ് ഹിന്ദ്.